രാഷ്ട്രീയ ഗോദയിലെ കന്നി പോരാട്ടത്തിൽ എതിരാളിയെ മലർത്തിയടിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് നേടിയ വിജയം വെറും ഒരു വിജയമല്ല. നീണ്ട 15 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ജുലാന മണ്ഡലം തിരികെ കൊടുത്തുകൊണ്ടുകൂടിയാണ് വിനേഷ് ഐതിഹാസിക വിജയം കൈവരിച്ചത്. ഗോദയിലെ രാഷ്ട്രീയം മടുത്ത് രാഷ്ട്രീയ ഗോദയിലേക്ക് ഇറങ്ങിയ വിനേഷ് 6015 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ BJP ഒന്നാമത് എഴുതി വെച്ചിരുന്ന പേരായിരുന്നു വിനേഷ് ഫോഗട്ടിന്റേത്. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ശാപവാക്കുകളുമായാണ് BJP നേതാവും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വിനേഷിനെ നേരിട്ടത്. അത്രമേൽ വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനം BJPയെ പിടിച്ചുകുലുക്കിയിരുന്നു. മെഡൽ കിട്ടാതിരുന്നത് ദൈവം വിനേഷിന് കൊടുത്ത ശിക്ഷയാണെന്നും അവർ ഒരു രാഷ്ട്രീയ എതിരാളിയല്ലെന്നും എവിടെ മത്സരിച്ചാലും അവരെ നിസ്സാരമായി BJPക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നുമൊക്കെയായിരുന്നു ബ്രിജ്ഭൂഷന്റെ പ്രസ്താവനകൾ. ഗോദയിലെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തി ബ്രിജ്ഭൂഷൺ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ രംഗത്തിറങ്ങിയ വിനേഷ് ഫോഗട്ടിനെതിരെയുള്ള മത്സരം BJPക്ക് അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. വിനേഷിനെ കോൺഗ്രസ് രംഗത്തിറക്കിയതോടെ രാജ്യം ഒന്നടങ്കം ശ്രദ്ധിക്കുന്ന മണ്ഡലമായി ജുലാന മാറിയിരുന്നു. ക്യാപ്റ്റൻ യോഗേഷ് ഭൈരഗി എന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനെയാണ് BJP കളത്തിലിറക്കിയത്. എന്നാൽ ഗോദയിൽ എതിരാളിയെ മലർത്തിയടിക്കുന്ന അതേ കരുത്തോടെ BJP സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ച് വിനേഷ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയിരിക്കുകയാണ്. ഗുസ്തി ഫെഡറേഷൻ തലവനായിരുന്ന BJP നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് വിനേഷ് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. രാജ്യത്തെ പ്രമുഖ ഗുസ്തി താരങ്ങൾ തങ്ങൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾക്ക് നേരെ ഒരു വർഷത്തോളം തെരുവിൽ പ്രതിഷേധിച്ചപ്പോഴായിരുന്നു മുൻനിരയിൽ വിനേഷ് ഉണ്ടായിരുന്നത്. അന്താരാഷ്ട്ര കായിക വേദികളിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ വിനേഷിനെ പോലീസും അർദ്ധ സൈനികരും തെരുവിൽ വലിച്ചിഴക്കുന്ന ദൃശ്യങ്ങൾ രാജ്യമൊന്നാകെ ഞെട്ടലോടെയാണ് കണ്ടത്. അനീതിക്കെതിരെ പോരാടുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ മടിയില്ലാത്ത ആ കരുത്ത് അന്നേ രാജ്യം കണ്ടതാണ്. എന്നാൽ അന്നു മുതൽ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. അന്ന് ഭരണകൂടം ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചപ്പോൾ തോറ്റുപോവുകയായിരുന്നു വിനേഷ് അടക്കമുള്ള കായിക താരങ്ങൾ. പിന്നീട് ഒളിമ്പിക്സ് വേദിയിൽ അവസാന നിമിഷം സ്വർണം നഷ്ടപ്പെട്ടപ്പോഴും വിധിയുടെ മുൻപിൽ വിനേഷ് തോറ്റുപോയി. നിങ്ങളുടെ സ്വപ്നങ്ങളും എന്റെ ധൈര്യവും നശിച്ചു, ഇനി എനിക്ക് ശക്തിയില്ല, അൽവിദ ഗുസ്തി എന്നായിരുന്നു വിനേഷ് അന്ന് കുറിച്ചത്. എന്നാൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നും 100 ഗ്രാം ഭാരത്തിന്റെ പേരിൽ മെഡൽ നഷ്ടമായി ഭാരമേറിയ മനസ്സുമായി വിനേഷ് തിരിച്ചെത്തിയപ്പോൾ രാജ്യം അവരെ സ്വീകരിച്ചത് ഇരു കൈയും നീട്ടിയാണ്. അതിന് മുൻപന്തിയിൽ തന്നെ കോൺഗ്രസും ഉണ്ടായിരുന്നു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനായി വിനേഷ് റെയിൽവേയിലെ തന്റെ ജോലി രാജിവെച്ചിരുന്നു. വിനേഷിനൊപ്പം ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നിരുന്നു. കോൺഗ്രസിൽ ചേർന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ വിനേഷ് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് അവർക്കായി നൽകിയത് പാർട്ടിക്ക് വർഷങ്ങളായി ബാലികേറായ് മലയായി മാറിയ ജുലാന മണ്ഡലമായിരുന്നു. വിജയമുറപ്പുള്ള ഒരു സീറ്റ് അവർക്കായി നൽകാമായിരുന്നിട്ടും വിനേഷിന്റെ കരുത്തറിഞ്ഞിട്ടുള്ള കോൺഗ്രസ് പോരാടി ജയിക്കാൻ തന്നെയായിരുന്നു ജുലാന അവർക്കായി നൽകിയത്. 2005 ജുലാന മണ്ഡലത്തിൽ അവസാനമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. 2009 2019 ഇന്ത്യൻ നാഷണൽ ലോക്ദളും 2019 ജനനായക് ജനതാ പാർട്ടിയുമാണ് അവിടെ വിജയിച്ചു കയറിയത്. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് മണ്ഡലം തിരികെ പിടിച്ചു കൊടുക്കുകയാണ് വിനേഷ് ചെയ്തത്. ഹരിയാനയിലെ ചാർഖി ബദ്രയിലെ പരമ്പരാഗത ഗുസ്തി കുടുംബത്തിൽപ്പെട്ടയാളാണ് വിനേഷ് ഫോഗട്ട്. 2013 ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമണിഞ്ഞാണ് കായിക ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലും 2018, 22 വർഷങ്ങളിൽ കോമൺവെൽത്ത് ഗെയിംസിലും വിനേഷ് സ്വർണ്ണ മെഡൽ നേടി. 2019, 22 വർഷങ്ങളിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഫോഗട്ട് 2021 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം സ്വന്തമാക്കി. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയപ്പോൾ കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ് എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിയായി മാറി വിനേഷ് ഫോഗട്ട്. 9 സ്വർണവും 6 വെള്ളിയും 1 വെങ്കലവുമാണ് ഈ കാലയളവിനുള്ളിൽ വിനേഷിന്റെ മെഡൽ വേട്ട. എന്തായാലും തിരഞ്ഞെടുപ്പ് ഗോദയിൽ കരുത്തുകാട്ടി ഹരിയാന നിയമസഭയിലേക്ക് എത്തുന്ന വിനേഷ് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയ നിരയിലേക്ക് എത്താനും ഇനി അധിക കാലം വേണ്ടിവരില്ല. ഹരിയാനയിൽ ഹാട്രിക് വിജയവുമായി അധികാരം നിലനിർത്തുമ്പോഴും അഭിമാന പ്രശ്നമായി മാറിയ വിനേഷ് ഫോഗട്ടിന്റെ വിജയം BJPക്ക് കനത്ത ക്ഷീണം തന്നെയാണ്.